നെക്സ്റ്റ് ഹിസ്റ്റോറിക്കൽ മോണിമെന്റ്സ്. ഓക്കെ, ഹിസ്റ്റോറിക്കൽ മോണിമെന്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ചരിത്ര സ്മാരകങ്ങളാണ് അല്ലേ മോണിമെന്റ്സ്. നോക്കൂ, ഒബ്സർവ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. ദീസ് ആർ സോഴ്സസ് ദാറ്റ് ലീഡ് us to the economic and cultural history of a region. താഴെ കൊടുത്തിരിക്കുന്ന ഈ ചിത്രങ്ങൾ നോക്കുക. എന്താണ്? ഓരോ സ്ഥലത്തിൻ്റെയും സാമ്പത്തിക സാംസ്കാരിക ചരിത്രത്തിലേക്ക് നമ്മെ നയിക്കുന്ന സോഴ്സുകളാണ് ഇവ. എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് എ റീജിയൻ. ഓരോ പ്രദേശത്തിൻ്റെ ഓരോ റീജിയൻ്റെയും എക്കണോമിക്കായിട്ടും കൾച്ചറൽ ഹിസ്റ്ററിനെയൊക്കെ സൂചിപ്പിക്കുന്ന അതിലേക്ക് നയിക്കുന്ന ഈ സോഴ്സുകളാണ് ഇതൊക്കെ അല്ലേ. നോക്കൂ, ഇതെന്താണ്? തളി ടെമ്പിൾ അല്ലേ. എന്താണ്? തളി ക്ഷേത്രം എന്ന് പറയും. പിന്നെന്താണ്? മിസ്കാൽ മോസ്ക്. എന്താണ്? മിഷ്കാൽ പള്ളി. ദെൻ ഇതെന്താണ്? ദേവമാത കത്തീഡ്രൽ. എന്താണ് ഇവിടെ പറയുന്നത്? ദേവമാത കത്തീഡ്രൽ അല്ലേ. പിന്നെ ഇതെന്താണ് ഇവിടെ? സീ ബ്രിഡ്ജ്. എന്താണ്? കടൽ പാലം. These are the pictures of some historical monuments of Calicut. The famous scholastic assembly named Revati Pattathanam during the reign of the Zamorin was conducted at the Tali temple. Mishkal Mosque was the major war sport of Zamorin against the Portuguese. The Devamada Cathedral, built in 1513, is a memorial of Portuguese presence. Sea bridges are proof of the trade relations that Calicut had with the ഫോറിൻ കൺട്രീസ്. ഇവിടെ എന്താ പറയുന്നത് മക്കളെ? കോഴിക്കോട്ടുള്ള ചില ഹിസ്റ്ററി അല്ലേ, ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സ് ആണ് തന്നിരിക്കുന്നത് അല്ലേ, കാണിച്ചിരിക്കുന്നത്. പിന്നെന്താണ്? സാമൂതിരിയുടെ കാലത്ത് പ്രസിദ്ധമായ രേവതി പട്ടത്താനം എന്ന പണ്ഡിത സദസ്സ് നടത്തിയിരുന്നത് തളി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സാമൂതിരിയുടെ പ്രധാന യുദ്ധ കേന്ദ്രമായിരുന്നു എന്ത്? ഈ മിഷ്കാൽ പള്ളി. കോഴിക്കോട്ടെ പോർച്ചുഗീസ് സാന്നിധ്യത്തിന്റെ സ്മാരകമാണെന്ത്? 1513 നിർമ്മിച്ച ദേവമാത കത്തീഡ്രൽ. കടൽ പാലങ്ങൾ നൂറ്റാണ്ടുകളായി വിവിധ വിദേശ രാജ്യങ്ങളുമായി കോഴിക്കോടിനുണ്ടായിരുന്ന വ്യാപാര ബന്ധത്തിന്റെ തെളിവാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അത് ഹിസ്റ്റോറിക്കൽ കാലിക്കറ്റിലുള്ള കോഴിക്കോട് ഉള്ള ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സിന്റെ ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത് അല്ലേ. ഒന്ന് രേവതി പട്ടത്താനം. എന്താണ്? സാമൂതിരിയുടെ കാലത്ത് പ്രസിദ്ധമായ രേവതി പട്ടത്താനം എന്ന പണ്ഡിത സദസ്സ് നടത്തിയിരുന്നത് എവിടെയാണ്? ഈ തളി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു അല്ലേ, തളി ടെമ്പിളിൽ വെച്ചായിരുന്നു. അതുപോലെ പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സാമൂതിരിയുടെ പ്രധാന യുദ്ധ കേന്ദ്രമായിരുന്നു ഈ മിഷ്കാൽ പള്ളി അല്ലേ. പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സാമൂതിരിയുടെ പ്രധാന യുദ്ധ കേന്ദ്രമായിരുന്നു ഈ മിഷ്കാൽ പള്ളി. കോഴിക്കോട്ടെ പോർച്ചുഗീസ് സാന്നിധ്യത്തിന്റെ സ്മാരകമാണെന്ത്? ഈ 1513 നിർമ്മിച്ച ദേവമാത കത്തീഡ്രൽ അല്ലേ. കടൽ പാലങ്ങളോ? നമ്മളിപ്പോഴും പോയാൽ കാണാൻ പറ്റൂല. കോഴിക്കോട് ബീച്ചിൽ നിങ്ങൾ പോയി നോക്കുക അല്ലേ. അവിടെ എന്താണ്? അവിടെ ആ കടൽ പാലങ്ങൾ അല്ലേ, നൂറ്റാണ്ടുകളായി വിവിധ വിദേശ രാജ്യങ്ങളുമായി കോഴിക്കോടിനുണ്ടായിരുന്ന വ്യാപാര ബന്ധത്തിന്റെ തെളിവാണത് അല്ലേ. ഇതൊക്കെ നമ്മളിപ്പോഴും പോയാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അല്ലേ. സീ ബ്രിഡ്ജ് ആണെങ്കിലും ഇതൊക്കെ അല്ലേ. ഓക്കെ, thus we can see several monuments all over Kerala. Each of such monuments will tell us the history of the past. ഇങ്ങനെ കേരളത്തിലുടനീളം എന്താണ് ധാരാളം സ്മാരകങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. ധാരാളം മോണ്യുമെന്റ്സ് എന്താണ് നമുക്ക് പാസ്റ്റിലുള്ള ഇതൊക്കെ കാണാൻ നമുക്ക് കഴിയുന്നതാണ് അല്ലേ. ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ ഓരോന്നും എന്താണ് പാസ്റ്റിന്റെ ചരിത്രം നമ്മോട് പറയുന്നുണ്ട് അല്ലേ. ഓരോ മോണ്യുമെന്റ്സും എന്താണ്? ഓരോ മോണ്യുമെന്റ്സ് എന്താ? ഹിസ്റ്ററി ഓഫ് ദ പാസ്റ്റ് അല്ലെ, പാസ്റ്റിന്റെ ചരിത്രം നമ്മളോട് പറയുകയാണ് അല്ലേ. ഇനി നോക്കൂ, ഇവിടെ എന്താ പറയുന്നത്? എന്താണ്? ചരിത്ര സ്മാരകങ്ങൾ, ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സ് അല്ലേ. ഇതെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഐഡന്റിഫൈ ദ ഡിസ്ട്രിക്ട് വേർ ദ ഫോളോയിങ് മോണ്യുമെന്റ്സ് ആർ ലൊക്കേറ്റഡ്. എന്താണ്? ജില്ലകൾ കണ്ടെത്തി എഴുതാനാ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇതേതാണ്? കരുമാടിക്കുട്ടൻ സ്മാരകം മെമ്മോറിയൽ അല്ലേ, കരുമാടിക്കുട്ടൻ മെമ്മോറിയൽ. അതുപോലെ സസ്പെൻഷൻ ബ്രിഡ്ജ് ഓഫ് എ പുനലൂർ അല്ലേ. തൂക്കുപാലം ഏതാണ് പറഞ്ഞത്? പുനലൂർ തൂക്കുപാലം അല്ലേ. പിന്നെ ഇതേതാണ്? സിനാഗോഗ്. പിന്നെ ഇതെന്താണ്? ചന്ദ്രഗിരി ഫോർട്ട്. അതുപോലെ ഇതേതാണ്? വേഗൻ ട്രാജഡി മെമ്മോറിയൽ അല്ലേ, വേഗൻ ട്രാജഡി സ്മാരകം. അപ്പോൾ ഇതിലേക്ക് ഏത് ഡിസ്ട്രിക്റ്റിലാണിത്? കരുമാടിക്കുട്ടൻ എവിടെയാണ്? ദ ഡിസ്ട്രിക്ട് ഓഫ് ആലപ്പുഴ അല്ലേ. ഓക്കെ, ആലപ്പുഴയിലാണ്. കണ്ട ചിത്രങ്ങളൊക്കെ കണ്ടില്ലേ? ഒരുപാട് ഇതുണ്ട് അല്ലേ. ഇതാണ് കരുമാടിക്കുട്ടൻ മോണ്യുമെന്റ്സ് അല്ലേ. കരുമാടിക്കുട്ടൻ കേരളത്തിലെ എവിടെ പറഞ്ഞിരിക്കുന്നത്? ഇപ്പം ആലപ്പുഴ അല്ലേ. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? ഇത് സസ്പെൻഷൻ ബ്രിഡ്ജ് ഓഫ് പുനലൂർ തൂക്കുപാലം. എവിടെയാണത്? എവിടെയാണ് പുനലൂർ സസ്പെൻഷൻ ബ്രിഡ്ജ്? കൊല്ലം അല്ലേ, കേരള ടൂറിസത്തിൽ അല്ലേ.
ഇതാണ് ചിത്രങ്ങൾ നോക്കൂ, കണ്ടോ? ഇതാണ് പുനലൂർ സസ്പെൻഷൻ ബ്രിഡ്ജ്, കൊല്ലം. ഓക്കെ, ദെൻ ഓക്കെ, സിനാനോഗ്സ് ഏതാണ്, എവിടെയാണ്? കൊച്ചിയിൽ അല്ലേ? നോക്കൂ. ഓക്കെ, ഇതാണ് എന്ത്, സിനാനോഗ് അല്ലേ? കൊച്ചിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അല്ലേ? ഈ ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് കൊച്ചിയിലാണ് കേട്ടോ. ഓക്കെ, കണ്ടോ? ഇതാണ് എവിടെയാണ്? കാസർഗോഡാണ് കേട്ടോ. കാസർഗോഡാണ് വരുന്നത്. കണ്ടോ? ചന്ദ്രഗിരി ഫോർട്ട് കാസർഗോഡ്. അപ്പം പിക്ചേഴ്സാണ് അല്ലേ? ചന്ദ്രഗിരി ഫോർട്ട് കാസർഗോഡുള്ള, കണ്ടോ? ചന്ദ്രഗിരി ഫോർട്ട് കാസർഗോഡ് കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത എന്താണ് ചോദിച്ചത്? ഓക്കെ, എവിടെയാണ്? മലപ്പുറം അല്ലേ? തിരൂറാണ് ലൊക്കേറ്റഡ് ഇൻ തിരൂർ ടൗൺ ഇൻ ദ മലപ്പുറം ഡിസ്ട്രിക്ട്. ഓക്കെ, ഇതാണ് എന്ത്, ഡ്രാഗൺ ട്രാജഡി മെമ്മോറിയൽ അല്ലേ? ഓക്കെ, ലിറ്റററി സോഴ്സസ് ആണ് ഇനി കേട്ടോ. എന്താണ്? സാഹിത്യ സോഴ്സുകൾ അല്ലേ? ലിറ്റററിയിലുള്ള സോഴ്സ്. ലിറ്റററി സോഴ്സ് ആർ വൺ ഓഫ് ദ മെയിൻ സോഴ്സസ് ഓഫ് ഹിസ്റ്ററി. മെനി ലിറ്റററി വർക്ക്സ് വിത്ത് ഡിഫറെന്റ് തീംസ് ഹെൽപ്പ് us ഇൻ ദ റീകൺസ്ട്രക്ഷൻ ഓഫ് ഹിസ്റ്ററി. എന്താണ്? ലഭ്യമായ ഈ ലിറ്റററി സോഴ്സ് ഓഫ് വാസ് ആർ വൺ ഓഫ് ദ മെയിൻ സോഴ്സസ് ഓഫ് ഹിസ്റ്ററി. ലഭ്യമായ ഈ സോഴ്സസ് ഓഫ് ഹിസ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്, ലിറ്റററി സോഴ്സ് എന്ന് പറയുന്നത്. മെയിൻ സോഴ്സ് ആണ് അല്ലേ? മെയിൻ സോഴ്സസ് ഓഫ് ഹിസ്റ്ററി ഏതാണ്? ഹിസ്റ്ററിയിൽ ഒന്നാണ് എന്ത്, ലിറ്റററി സോഴ്സസ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ഇവിടെ പറയുന്നത്? വ്യത്യസ്ത പ്രമേയമുള്ള നിരവധി എന്താണ് ലിറ്റററി വർക്ക്സുകൾ എന്താണ് ചരിത്രത്തിൻ്റെ പുനർനിർമ്മാണത്തിൽ നമ്മെ സഹായിക്കുന്നവയാണ് അല്ലേ? എന്താണ്? വ്യത്യസ്തമായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് തീംസുകളുള്ള നിരവധി ലിറ്റററി വർക്ക്സ് എന്താണ് നമ്മുടെ ഹിസ്റ്ററിയുടെ പുനർനിർമ്മാണത്തിൽ നമ്മെ സഹായിക്കുന്നവയാണ്. The Marine damsel settled in this city, the mother sea rocked with her waves the ships that carry gems from across the isles and made them reach Calicut. കോകില സന്ദേശം അല്ലേ? എന്താണ്? കടൽ മകളായ കന്യക ഈ നഗരത്തിൽ വാസമുറപ്പിച്ചത് കൊണ്ടാണ് അത്രേ കടലമ്മ ദീപാന്തരങ്ങളിൽ നിന്ന് രത്നങ്ങളാകെ ചുമന്നു കൊണ്ടുവരുന്ന കപ്പലുകളെ തിരമാലകൾ കൊണ്ട് തട്ടി തട്ടി കോഴിക്കോട്ട് എത്തിച്ചിരുന്നത്. എന്താ? കോകില സന്ദേശമാണ്. എന്താ പറയുന്നത്? കടൽ മകളായ മദർ സീ റോക്ക്ഡ് വിത്ത് ഹെർ വേസ് ദ ഷിപ്സ് ദാറ്റ് ക്യാരി ജെംസ് ഫ്രം അക്രോസ് ദ ഐസസ് ആൻഡ് മെയ്ഡ് ദം റിച്ച് കാലിക്കറ്റ്. കടൽ മകളായ കന്യക ഈ നഗരത്തിൽ വാസം ഉറപ്പിച്ചത് കൊണ്ടാണ് അത്ര കടലമ്മ ഈ ദീപാന്തരങ്ങളിൽ നിന്ന് രത്നങ്ങളൊക്കെ ചുമന്നു കൊണ്ടുവരുന്ന കപ്പലുകളെ തിരമാലകൾ കൊണ്ട് തട്ടിത്തട്ടി കോഴിക്കോട് എത്തിച്ചിരുന്നതാണ് കോകില സന്ദേശം. അപ്പോൾ എന്താണ്? റീഡ് ദ ഐഡിയ ഓഫ് എ ശ്ലോക അബൌട്ട് കോഴിക്കോട് ഇൻ ദ സാൻസ്ക്രിറ്റ് പോയം കോകില സന്ദേശം റിട്ടൺ ബൈ ഉദ്ദാന്ത ശാസ്ത്രി ഇൻ ദ 15th century. 15ാം നൂറ്റാണ്ടിൽ ഉദ്ദാന്ത ശാസ്ത്രികൾ രചിച്ച കോകില സന്ദേശം എന്ന സംസ്കൃത സന്ദേശ കാവ്യത്തിൽ കോഴിക്കോടിനെ കുറിച്ച് എഴുതിയ ഒരു ശ്ലോകത്തിന്റെ ആശയം വായിച്ചു നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്ക്, സംഘം ലിറ്ററേച്ചർ എന്താണ്? സംഘം ലിറ്ററേച്ചർ ഇൻ തമിഴ് ത്രോസ് ലൈറ്റ് ഓൺ ദ ഏൻഷ്യൻ ഹിസ്റ്ററി ഓഫ് കേരള. പത്തു എന്താണ്? പിന്നെന്താ അവിടെ പറയുന്നത് നോക്കിയാൽ? എന്താണ്? 10 പുറനാനൂറ്, അകനാനൂറ്, പിന്നെന്താ കുറുന്തോ കെയ്, പിന്നെ നെറ്റിനെ തുടങ്ങിയ എന്താണ് നെറ്റിനെ എക്സെട്ര ആർ മേജർ ലിറ്റററി വർക്ക്സ് ബിലോങ്ങിങ് ടു ദ സംഘം പീരീഡ്. എന്താണ് പറയുന്നത്? കേരളത്തിലെ പ്രാചീന ചരിത്രത്തെക്കുറിച്ച് വെളിച്ചം വീശുന്ന സാഹിത്യ സ്രോതസ്സുകളിൽ തമിഴിൽ രചിക്കപ്പെട്ട സംഘസാഹിത്യ കൃതികൾ 10 പുറനാനൂറ്, അകനാനൂറ്, കുറുന്തോകൈ, പിന്നെന്താ നെറ്റിനെ തുടങ്ങിയൊക്കെ എന്താ പ്രധാന എന്താണ് സംഘം ലിറ്റററി വർക്ക്സുകൾ അല്ലേ? മേജർ ലിറ്റററി വർക്ക്സുകളാണ് ഇതൊക്കെ അല്ലേ? ഓക്കെ, ഇനി ഇവിടെ പറയുന്നത് എന്താണ്? Like these, several literary pieces written in different languages during various periods in history are available. These works help us to understand the history of the period in which they were written.
For example, Manipravala literary works written during the 12th century and the 15th century provide us information on the Naduvai system and culture of those times. The Vadakan Partugal, northern bolards of Malabar throw light on the lives of common people of the medieval period. Indulega, written by Chandu Menon in the 19th century, help us understand the social history of Malabar. ഇതുപോലെ വിവിധ ഭാഷകളിലായി വിവിധ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ധാരാളം ലിറ്റററി വർക്ക്സ് നമുക്ക് ലഭ്യമാണ്. ഈ വർക്ക്സുകളൊക്കെ രചിക്കപ്പെട്ട ഈ ലിറ്ററികളൊക്കെ രചിക്കപ്പെട്ട കാലത്തിന്റെ ചരിത്രം എന്താണ് മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നുണ്ട് അല്ലെ. ഉദാഹരണത്തിന് എന്താണ് ഈ 12th 15th സെഞ്ചുറിയിൽ രചിക്കപ്പെട്ട മണിപ്രവാള കൃതികൾ ആ കാലഘട്ടത്തിലെ നാടുവാഴി വ്യവസ്ഥയെക്കുറിച്ചും സംസ്കൃതത്തെക്കുറിച്ചും നമുക്ക് വിവരം നൽകുന്നുണ്ട്. അതുപോലെ എന്താ മലബാറിൽ നിന്നുള്ള വടക്കം പാട്ടുകൾ മധ്യകാല ചരിത്രത്തിലെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്നു. അതുപോലെ 19th സെഞ്ചുറിയിൽ ചന്തുമേനോൻ രചിച്ച ഇന്ദുലേഖ മലബാറിലെ സാമൂഹ്യ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അങ്ങനെ ഓരോ കൃതികളും എന്താണ് നമ്മൾ അന്നുള്ള ആ കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് എന്താണ് പറഞ്ഞു തരുന്നതാണ് അല്ലെ. ഇനി എന്താണ് ട്രാവലോഗ്സ് അല്ലെ. അപ്പം travelogue ആണ് കേട്ടോ. Merchant ships is different parts of the world came here with the precious goods and sold them easily. The security measures of the city and maintenance of law are being conducted effectively. Therefore, traders from foreign countries have no fear. The entire responsibility of the market is vested with the king. 1/14 of good brought to the market should be paid as tax. No misappropriation will be done to the goods if a merchant is dead or a ship capsizes near the shore. With the goods floating around, pepper is the important export items from here. The people here are good at maritime business. From the travelogue by Persian traveler Abdur Razak. എന്താ ഇവിടെ പറയുന്നത്? സഞ്ചാരക്കുറിപ്പാണ് അല്ലെ. ഇവിടെ പറയുന്നത് എന്താണ് ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്ന് എന്താണ് ഈ കച്ചവടത്തിനായുള്ള കപ്പലുകൾ എന്താണ് ഏറ്റവും വിശിഷ്ടങ്ങളായ സാധനങ്ങളുമായി ഇവിടെ വരികയും എളുപ്പത്തിൽ അവ വിറ്റഴിക്കുകയും ചെയ്തിരുന്നു. നഗരത്തിലെ രക്ഷാ നടപടികളും നീതിപാലനവും ഏറ്റവും കാര്യക്ഷമമായി നടത്തി വരുന്നു. അതുകൊണ്ട് എന്താണ് വിദേശങ്ങളിൽ നിന്ന് ചരക്കുകളുമായി വരുന്ന വ്യാപാരികൾക്ക് എന്താണ് യാതൊരു ഭയവുമില്ല. കമ്പോളത്തിലെ മുഴുവൻ ഉത്തരവാദിത്വം എന്താണ് രാജാവിനാണ്. ഈ കമ്പോളത്തിൽ എത്തിക്കുന്ന ചരക്കുകളെ 40% ഭാഗം എന്താണ് ചുങ്കമായി കൊടുക്കണം. ഏതെങ്കിലും വ്യാപാരി മരണപ്പെടുകയോ ചരക്കുകൾ കയറ്റിയ കപ്പൽ പൊളിഞ്ഞ് അതിലെ ചരക്കുകൾ തുറമുഖത്ത് അടുക്കുകയോ ചെയ്താൽ എന്താണ് ആ ചരക്കുകളെ സംബന്ധിച്ച് യാതൊരു കൃത്രിമവും ഉണ്ടാകുന്നതല്ല. ഇവിടെ നിന്ന് പ്രധാനമായും കയറ്റി അയക്കുന്ന ഏതാണ് കുരുമുളകാണ്. ഇവിടുത്തുകാർ എന്താണ് സമുദ്ര വ്യാപാരത്തിൽ സമർത്ഥരാണ് അല്ലെ. ഇത് ആരാ പേർഷ്യൻ സഞ്ചാരി അബ്ദുൾ റസാഖിന്റെ സഞ്ചാരക്കുറിപ്പിൽ നിന്ന് എഴുതിയതാണ്. അപ്പൊ എന്താ ഇവിടെ പറയുന്നത് നോക്കൂ. മെർച്ചന്റ് ഷിപ്സ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ് കെയിം ഹിയർ വിത്ത് എ പ്രീഷ്യസ് ഗുഡ്സ് ആൻഡ് സോൾഡ് ദം ഈസിലി അല്ലെ. ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും കച്ചവട കപ്പലുകൾ ഏറ്റവും വിശിഷ്ടങ്ങളായ സാധനങ്ങളുമായി ഇവിടെ വരികയും എളുപ്പത്തിൽ അവ വിറ്റഴിക്കുകയും ചെയ്യുകയാണ് അല്ലെ. നഗരത്തിലെ രക്ഷാ നടപടികളും നീതിപാലനവും ഏറ്റവും കാര്യക്ഷമമായി നടത്തി വരുന്നു. അതുകൊണ്ട് വിദേശങ്ങളിൽ നിന്ന് ചരക്കുകളുമായി വരുന്ന വ്യാപാരികൾക്ക് യാതൊരു ഭയവുമില്ല ഇവിടെ അല്ലെ. ഈ കമ്പോളത്തിലെ മുഴുവൻ ഉത്തരവാദിത്വം ആരാക്ക രാജാവിനാണ് അല്ലെ. ഈ കമ്പോളത്തിലേക്ക് എത്തിക്കുന്ന ചരക്കുകളുടെ 40% ഭാഗം എന്താ ടാക്സ് ആയി കൊടുക്കണം അല്ലെ. ഏതെങ്കിലും വ്യാപാരി മരണപ്പെടുകയോ ചരക്കുകൾ കയറ്റിയ കപ്പൽ പൊളിഞ്ഞ് അതിലെ ചരക്കുകൾ തുറമുഖത്ത് അടുക്കുകയോ ചെയ്താൽ എന്താണ് ആ ചരക്കുകളെ സംബന്ധിച്ച് യാതൊരു എന്താണ് ഈ കൃത്രിമവും അവിടെ ഉണ്ടാകുന്നതല്ല. ഇവിടെ നിന്ന് പ്രധാനമായും കയറ്റി അയക്കുന്ന ഏതാണ് പെപ്പറാണ് അല്ലെ. പെപ്പറാണ് ഈ കുരുമുളക് അല്ലെ. ഇവിടുത്തുകാരെന്താണ് സമുദ്ര വ്യാപാരത്തിൽ എന്താണ് ഭയങ്കരമായിട്ടുള്ള സമർത്ഥരാണ് അല്ലെ. ഗുഡ് അറ്റ് മെറിറ്റൈം ബിസിനസ്. ഓക്കെ. Haven't you read the travelogue given above? ധാരാ എഴുതിയിരിക്കുന്നത് അബ്ദുൾ റസാഖ് എഴുതിയ ട്രാവലർ ആയ പേർഷ്യൻ ട്രാവലറായ അബ്ദുൾ റസാഖ് എഴുതിയ അല്ലെ. അപ്പൊ ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ ട്രാവലോഗ് വായിച്ചല്ലോ. This is a description about Kozhikode port by Abdul Razak, a Persian traveler who came to Kozhikode in the 15th century. What can you find out from this description? അപ്പോൾ 15ാം നൂറ്റാണ്ടിൽ കോഴിക്കോട്ട് വന്ന പേർഷ്യൻ സഞ്ചാരിയായ അബ്ദുൾ റസാഖ് കോഴിക്കോട് തുറമുഖത്തെ കുറിച്ച് പറയുന്ന ഒരു വിവരണമാണിത് അല്ലെ. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വിവരണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാവുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്താൻ കഴിയുന്നത്? ഇവിടെ പറയുന്നത് എന്തൊക്കെയാണ്? അന്ന് ഒരുപാട് സാധനങ്ങൾ എന്താണ് വേൾഡിന്റെ പല പാർട്സിൽ നിന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നില്ല. പ്രീഷ്യസ് ആയിട്ടുള്ള ഗുഡ്സ് ഒക്കെ അല്ലെ. അതൊക്കെ എന്താണ് ഇങ്ങോട്ട് വിറ്റയച്ചിരുന്നു. അതുപോലെ ഇവിടെ കിങ്ങിന് അല്ലെ കിങ് ആയിരുന്നു അതിൻ്റെ ഒക്കെ മെയിൻ ആള് അല്ലെ. പിന്നെന്താണ് ഇവിടെ ടാക്സ് ആയിട്ട് 1/14 ഓഫ് ദ ഗുഡ്സ് എന്താണ് അവിടെ കൊടുത്തിരിക്കണം അല്ലെ. പിന്നെന്താണ് ഇവിടെ
അവിടെ എവിടെയെങ്കിലും ഒരു മെർച്ചൻ്റ് മരിക്കുകയോ അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ഒരു കപ്പൽ അവിടുന്ന് പൊളിയുകയോ ചെയ്താൽ എന്താണ് എന്ത് ചെയ്യുക അവർ ഒക്കെ രാജാവിനാണ് അതിൻ്റെ ഉത്തരവാദിത്വം അല്ലേ. പിന്നെന്താണ് പെപ്പറായിരുന്നു എന്ത് ഇമ്പോർട്ടൻറ്റ് എക്സ്പോർട്ട് ഐറ്റംസ്. ഇതൊക്കെയാണ് എന്ത് ഈ ട്രാവലോഗ് ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അല്ലേ. ഓക്കെ, ട്രാവലോഗ് പ്ലേ വൈറ്റൽ റോൾ ഇൻ ദ റൈറ്റിംഗ് ഓഫ് ലോക്കൽ ഹിസ്റ്ററി. ട്രാവലോഗ്സ് ക്യാൻ പ്രൊവൈഡ് ഡയറക്റ്റ് എക്സ്പീരിയൻസസ് ഓഫ് സ്പെഷ്യൽ പ്ലേസസ്, events and culture. This throws light on the history, geography, economic structure and social life of a region. എന്താ ഇവിടെ പറയുന്നത് മക്കളെ? എന്താ ഇവിടെ പറയാ? പ്രാദേശിക ചരിത്ര സൃജനയിൽ എന്താണ് സുപ്രധാന പങ്ക് വഹിക്കുന്നവയാണ് ഈ ട്രാവലോഗ് എന്ന് പറയുന്നത് അല്ലേ. പ്രത്യേക സ്ഥലങ്ങൾ, സംഭവങ്ങൾ, സംസ്കാരങ്ങൾ എന്നിവയുടെ നേരനുഭവങ്ങൾ നൽകാൻ എന്താണ് ഈ ട്രാവലോഗ്സിന് കഴിയുന്നു. ഒരു പ്രദേശത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും സാമ്പത്തിക ഘടന, സാമൂഹിക ജീവിതം എന്നിവയിലേക്കൊക്കെ എന്താണ് ഇവ വെളിച്ചം വീശുന്നുണ്ട് അല്ലേ. ദെൻ നോക്കൂ, സം ഫോറിൻ ട്രാവലേഴ്സ് ഹു മെൻഷൻ അബൌട്ട് കേരള. കേരളത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ള ചില വിനോദസഞ്ചാരികളാണ് അല്ലേ. സഞ്ചാരി ട്രാവലർ റീജിയൻ നോക്കൂ, ആരത്? മെഗസ്തനീസ് അല്ലേ, ഗ്രീസിലുള്ള. അതുപോലെ സുലൈമാൻ അബ്ദുൾ റസാഖ് പേർഷ്യയിലുള്ള. മാർക്കോ പോളോ വെനീസിലുള്ളത്. പിന്നെ ആരാണ് അടുത്ത് നോക്കൂ? ഇബ്നു ബത്തൂത്ത മൊറോക്കോ. പിന്നെ നിക്കോളോ കോണ്ടി വെനീസ് അല്ലേ. പിന്നെ മാഹ്വാൻ ചൈന. ബാർബോസ പോർച്ചുഗൽ അല്ലേ. ഇതാണ് മാർക്കോ പോളോ, ഇബിൻ ബത്തൂത്ത, അതാണ് അല്ലേ. ഇവരൊക്കെ ആരാണ്? കേരളത്തിലേക്ക് വന്ന സഞ്ചാരികളായിരുന്നില്ല അവരൊക്കെ അല്ലേ. ഓട്ടോബയോഗ്രഫീസ് ആൻഡ് ബയോഗ്രഫീസ്. ഇനി എന്താണ്? ആത്മകഥകളും ജീവചരിത്രങ്ങളും അല്ലേ. മോസ്റ്റ് ഓട്ടോബയോഗ്രഫി ആൻഡ് ബയോഗ്രഫീസ് ആർ ലിറ്റററി സോഴ്സസ് ദാറ്റ് കുഡ് ബി യൂസ്ഡ് ഫോർ റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി. എന്താണ്? ഈ ചിത്രരചനയ്ക്ക് ഉപയോഗിക്കാവുന്ന ലിറ്റററി സോഴ്സുകളാണ് മിക്ക ഓട്ടോബയോഗ്രഫീസും അതുപോലെ ബയോഗ്രഫീസും അല്ലേ. ആത്മകഥകളും അതുപോലെ എന്താണ് ജീവചരിത്രങ്ങളും. അവിടെ പറയുന്ന നോക്കൂ, ഓട്ടോബയോഗ്രഫി ഓഫ് തകഴിന്റെ ആത്മകഥയാണ് അല്ലേ. ഇറ്റ് വാസ് വെൻ ഐ വെന്റ് ടു ദ അമ്പലപ്പുഴ സ്കൂൾ that I wore a shirt for the first time. 2 shirts were stitched with Kembiri cloth. The practice of ironing clothes was not there in our locality. The dhoti was washed by dipping in starch and indigo. Later it will be brought to shape by folding it and hitting with a wooden rod. It seems I wore an ironed shirt for the first time when I joined Law College in Thiruvananthapuram. Soap was a rare thing in those days in Thagari. We used to launder dhoti using the ash of the midrib of coconut fronds which were burned and stained. ഇതൊക്കെ ഇപ്പം നമ്മൾ കേട്ടാൽ അത്ഭുതപ്പെടും അല്ലേ. എന്താണ് ഇവിടെ പറയുന്നത് നോക്കിയേ. ഞാൻ തകഴി പറയുകയാണ് അല്ലേ. ഞാൻ ആദ്യമായി എന്താണ് ഒരു ഉടുപ്പിട്ടത് അമ്പലപ്പുഴ സ്കൂളിൽ പോയപ്പോഴാണ് അല്ലേ. കോമ്പിരിത്തുണി കൊണ്ട് 2 ഉടുപ്പ് തയ്പ്പിച്ചു. വസ്ത്രങ്ങൾ തേക്കുന്ന ഏർപ്പാട് ഞങ്ങളുടെ നാട്ടിൽ അന്നില്ല. അന്ന് അയൺ ചെയ്യുന്ന വസ്ത്രങ്ങളൊക്കെ തേച്ച് നല്ല സ്ഥിതിയൊക്കെ ഇട്ട് പോകില്ല. അന്നൊന്നും ആ നാട്ടിൽ അന്നില്ല അല്ലേ. നല്ല കഞ്ഞിപ്പശയും നീലം ചേർത്ത് മുണ്ട് പിഴിഞ്ഞുടക്കും. പിന്നീട് എന്താണ് ഉരുളൻ തടി കൊണ്ട് എന്താണ് തുണി മടക്കി തല്ലി ഒതുക്കിയെടുക്കും. ആദ്യമായി തേച്ച ഷർട്ടിട്ടത് തിരുവനന്തപുരം ലോ കോളേജിൽ ചേർന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു. സോപ്പ് തകഴിയിൽ അക്കാലത്ത് എന്താണ് അപൂർവ വസ്തുവാണ്. തെങ്ങിൻ മടൽ കത്തിച്ച ചാരം തെളിയൂറ്റിയെടുത്ത് അതിലാണെന്ത് മുണ്ട് വെളുപ്പിച്ചിരുന്നത്. അപ്പൊ അന്ന് സോപ്പൊന്നുമില്ല അല്ലേ. അന്ന് എന്താണ് ആഷിലെ ഈ ചാരം എന്താണ് തെങ്ങിൻ മടൽ കത്തിച്ച ചാരം എന്താണ് തെളിയൂറ്റിയിട്ട് എടുത്ത് അതിലാണെന്ത് മുണ്ട് വെളുപ്പിച്ചിരുന്നത് എന്നാണ് തകഴി പറയുന്നത് അല്ലേ. എന്നൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള ആലോചിക്കാൻ കൂടി കഴിയുക അല്ലേ. Autobiographies and biographies like the one given above provide information on different aspects of life in a region or a period. അപ്പം ഇങ്ങനെയൊക്കെ ഓരോരുത്തർ എഴുതിയിട്ടാണെന്ത് കഴിഞ്ഞ കാലത്തുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത് അല്ലേ. അല്ലാതെ നമുക്കറിയോ? ഇല്ല അല്ലേ. ഇനി വരും തലമുറകൾക്കും നമ്മളെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും എന്താണ് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കണം അല്ലേ. ഈ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ അല്ലേ. തകഴിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതുപോലെ നമ്മളും എന്താക്കണം ഇതേപോലെ ഈ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ എന്താക്കണം എഴുതണം. ഓക്കെ. അപ്പം മുകളിൽ നൽകിയിരിക്കുന്നത് പോലെയുള്ള ആത്മകഥകളും ജീവചരിത്രങ്ങളും അത് എഴുതിയ പ്രദേശത്തിന്റെ കാലത്തിന്റെ വിവിധ മേഖലകളെ കുറിച്ച് വിവരങ്ങൾ നൽകുന്നവയാണ് അല്ലേ. ഈ ന്യൂസ് പേപ്പർ എന്താണ്? ന്യൂസ് പേപ്പർ നോക്കാം നമുക്ക്.
വർത്തമാനപത്രങ്ങൾ അല്ലേ. We depend on newspaper, visual media and social media to know the day-to-day events. These newspapers would eventually become the main means for understanding history. Newspapers of the period are the main source used by the students of history to understand the history of foreign rule in India. Newspapers also help us to know about all aspects of political, social and economic history of Kerala. എന്താണ് ഡേ ടു ഡേ ലൈഫിൽ ഇവൻസ് അല്ലെ, ഡേ ടു ഡേ ഇവൻസ്, അതായത് ദൈനംദിന സംഭവങ്ങൾ അറിയാൻ നാം ഇന്ന് എന്താണ് പത്രങ്ങൾ, അതുപോലെ എന്താണ് വിഷ്വൽ മീഡിയ, അതായത് ടി വി അങ്ങനത്തെ ഒക്കെ അല്ലെ, മൊബൈൽ അങ്ങനത്തെ ഒക്കെ അല്ലെ, ദൃശ്യമാധ്യമങ്ങൾ, പിന്നെ അതുപോലെ എന്താണ് സോഷ്യൽ മീഡിയ, നവമാധ്യമങ്ങൾ തുടങ്ങിയവയാണ് ആശ്രയിക്കുന്നത് അല്ലെ. എന്നാൽ ഈ പത്രങ്ങൾ കാലക്രമേണ ചരിത്രം അറിയാനുള്ള പ്രധാന ഉപാധിയായി മാറും. ഇന്ത്യയിലെ വിദേശാധിപത്യത്തിന്റെ ചരിത്രം മനസ്സിലാക്കാൻ എന്താണ് നമ്മളെ ഹിസ്റ്ററി സ്റ്റുഡൻസ് ഉപയോഗപ്പെടുത്തുന്ന പ്രധാന സോഴ്സ് എന്താണ്? അക്കാലത്തെ വർത്തമാന പത്രങ്ങളായിരുന്നു അല്ലെ, ന്യൂസ് പേപ്പർ ആയിരുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക ചരിത്രത്തിന്റെ എല്ലാ വശങ്ങളെ കുറിച്ച് അറിയാൻ എന്താണ് ഈ ന്യൂസ് പേപ്പർ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ടുവാർഡ്സ് റൈറ്റിംഗ് ലോക്കൽ ഹിസ്റ്ററി. എന്താണ് ടുവാർഡ്സ് റൈറ്റിംഗ് ലോക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്? പ്രാദേശിക ചിത്രരചനയിലേക്ക് അല്ലെ,